അതെ എടാ ബാബു ഇത് എവിടെ എടാ നിങ്ങളിങ്ങനെ ഭരണപക്ഷത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നെഞ്ചു പിരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇന്ന് നമ്മളൊരു ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ്. നിങ്ങളെല്ലാരും പറഞ്ഞു ഇവിടെ ആള് കുറവന്ന്, നമ്മുടെ പാർട്ടിയുടെ ബലം കാണിക്കാൻ ആളില്ല. ഓടിവാ ഓടിവാ, MLA ഉടനെ വരും കേട്ടാ, താമസിക്കരുത്. ഓടിവാ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ, നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ വട്ടവിള ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്ഥലം MLA ഉദ്ഘാടനം ചെയ്തതാണ്. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ മൂലക്കുരു ഓപ്പറേഷൻ കൂടാതെ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതാണ്. അതെ, നമ്മളെ അളിയന് മൂലക്കുരുവിന്റെ ഒറ്റമൂലി സംഭവം തുടങ്ങിയായിരുന്നു. അതിന്റെ പരസ്യമാ ഇതാ വായിക്കാനുള്ളത്. ചുമ്മാ ഇത് എന്താ പറയാൻ പോയാ ഇവിടെ നമ്മളിപ്പോ MLA വരും. MLA വരാൻ കരിക്കിന് ആളിനെ വിട്ടായിരുന്നു. കരിക്കും ആള് പോയത് ആര് പോയി? ദിനേശൻ പോയി. ദിനേശ് പോയി MLA വരുമ്പോഴത്തേക്ക് കരിക്ക് വിട്ട് വെക്കണം. കുറ്റം പറയാം, ഞാൻ പറഞ്ഞേ. ദിനേശനാണോ പോയത്? കാര്യം നടത്തിയിട്ട് അത് നിനക്കറിയാലോ, പക്ഷെ അത് ഈ പുള്ളിക്ക് അറിയില്ല. ദിനേശൻ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. കരിക്കവിടെ കരിക്കുണ്ട്. എടാ, ഞാൻ പാർട്ടിക്ക് ഇന്നവരെ ലാഭമാണ് ഉണ്ടാക്കിക്കണത്. ഞാൻ നമ്മുടെ 3-4 കിലോമീറ്റർ അപ്പുറമുള്ള ജംഗ്ഷനിൽ ചെന്ന്, ഓരോ ജംഗ്ഷനിൽ ചെന്ന് ഭയങ്കര വില, അവിടെ ചെന്നപ്പോഴാണ് വില കുറച്ച് കിട്ടുന്നത്. അപ്പൊ ഞാൻ 2 കൊല കരിക്ക് മേടിച്ചു, വില കുറച്ച്. പാർട്ടിക്ക് അവിടെ ലാഭം ഉണ്ടാക്കിയോ? പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കിയിട്ട് ഞാൻ 3-4 കിലോമീറ്റർ കൂടെ വരണം, നടക്കും. 6 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ച് പോകാൻ പറയണം. 250 രൂപ വേണോന്ന്. ഇവിടെയോ? നീ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി ഇതുപോലെ മൂന്നാമത്. അവനോട് ഞാൻ പറഞ്ഞു 150 രൂപ ആണെങ്കിൽ ഓക്കെ എന്ന്. ന്യായമല്ലേ? അവൻ പറഞ്ഞു നടക്കൂലെന്ന്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അവന് 250 കൊടുക്കാൻ പറ്റാത്തുണ്ട്. എന്റെ ഈ തോളത്ത് 2 കൊല കരിക്ക് ഇട്ടോണ്ട് ഞാനിങ്ങ് വരുവാ. വേറെ കാര്യമുണ്ട്. അടുത്ത ഇലക്ഷന് ദിനേശൻ നിർത്തിയ ദൈവ സത്യമായിട്ട് MLA ഭൂരിപക്ഷം നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം. ഇത് നമ്മളെ ഉള്ളൂ. നമ്മളെ അങ്ങനെ കൊച്ചാക്കാൻ നോക്കിയാൽ നമ്മൾ കൊച്ചാവില്ല. കരിക്കവിടെ ചരിത്രം പറഞ്ഞു തന്നെയല്ലേ ഉള്ളൂ. ഇളവേ, ഞാൻ ഈ 2 കൊല കരിക്കുമായിട്ട് വരുവാ. നമ്മൾ ഈ കള്ളത്തീറ്റ് നിന്നല്ലേ വളർന്നിട്ടുള്ളൂ. 10 അടി വെച്ചപ്പോഴത്തേക്കും ശരീരം വേർക്കുന്നു, ദാഹിക്കുന്നു. ഒരു കരിക്ക് വെട്ടി ഞാനും കുടിച്ചു. അതിനായി ബാക്കി കരിക്കവിടെ ചരിത്രത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഈ ചരിത്രം നീ ഒന്ന് പറഞ്ഞു തീർക്ക്. വീണ്ടും 10 അടി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ശരീരം വയർക്കുന്നു, ഭയങ്കര പരവേശം. ഞാൻ വീണ്ടും ഒരു കരിക്ക് കുടിച്ചു. അങ്ങനെ വെട്ടി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഒരു കരിക്കുണ്ടളിയാ. അതുണ്ടല്ലോ. അപ്പൊ അതെങ്കിലും വെട്ടി സ്ട്രോ ഇട്ട് അവിടെ MLA വരുമ്പോ കൊടുക്കണം. 2 കൊല കരിക്കാണല്ലോ. ഇവിടെ വന്നപ്പോ 1 കൊലയായല്ലോ. ഇതങ്ങ് കണ്ടപ്പോ എനിക്ക് ഓട്ടോറിക്ഷക്കാരന്റെ മുഖം ഓർമ്മ വന്നു. വീണ്ടും എനിക്ക് വിറയല് കയറി വേർത്തു. ഞാൻ ആ കരിക്കും വെട്ടി കുടിച്ചു.